നമസ്കാരം. തിരുവനന്തപുരത്ത് ഇ ഡി ആക്രമിച്ച കേസിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിരോധങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. പ്രത്യേകിച്ച് ഇ ഡി ഉദ്യോഗസ്ഥന്മാർ വരുമ്പം ഇ ഡിക്കെതിരെ ഇ ഡിയുടെ കാറ് അടിച്ച് തകർക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പല SFIയുടെ CPM-ന്റെ DYFIയുടെ നേതാക്കന്മാരും അകത്തു പോകുന്നു. 25ഓളം പേരാണ് ജയിലിൽ പോയിരുന്നത്. അതിൽ ഒരാൾക്ക് ജാമ്യം കിട്ടുന്നു. ബാക്കി 24ഓളം വരുന്ന ആൾക്കാർ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ പല നേതാക്കന്മാരും ഹർജി കൊടുത്തിരുന്നു, വിട്ടയക്കണം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതിനിടയിലാണ് ഇപ്പം ഏകദേശം 9ഓളം നേതാക്കന്മാർ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന പ്രവർത്തകർ CPM-ന്റെ അല്ലെങ്കിൽ CPIM-ന്റെ LDF മുന്നണിയിലെ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ 9ഓളം നേതാക്കന്മാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഏറ്റവും വലിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇ ഡി ഹൈക്കോടതിയിലോട്ട് പോയിരിക്കുന്നു. ഇവർക്ക് യാതൊരുവിധ കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നും ഇവർ മനഃപൂർവ്വം ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടതെന്നുള്ളതും മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്താനുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെന്നും ഇ ഡി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇ ഡി തടസ്സ ഹർജി കൂടി കൊടുത്ത സ്ഥിതിക്ക് ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളോട് പോകും. CPM എന്തായാലും ഇതിനെതിരെ പരസ്യമായി ഇനി രംഗത്ത് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കിതിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത്തരത്തിലുള്ള പിണറായി വിജയൻ്റെ മകളെ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇ ഡി പിണറായി വിജയൻ്റെ വീട്ടിൽ പോകുന്നു, ചോദ്യം ചെയ്യുന്നു. അപ്പം ആ സമയത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ശിവൻകുട്ടി അടക്കമുള്ള CPM-ന്റെ എല്ലാവിധ നേതാക്കന്മാരും വീടിന് സമീപം തടിച്ചുകൂടുന്നു. ഇ ഡി ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു പോകുന്ന വഴിയിൽ അവരെ വാഹനങ്ങൾ ആക്രമിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ എന്നിരുന്നാൽ പോലും അന്ന് വലിയ തരത്തിലുള്ള വിവാദത്തിലോട്ട് ഇത് പോയിരുന്നു. പിന്നീട് പിണറായി വിജയൻ തന്നെ പറഞ്ഞത് തന്നെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ തന്നെ പിന്നീട് പരസ്യമായി പറഞ്ഞത്. അപ്പോൾ വലിയൊരു ചോദ്യചിഹ്നം ബാക്കിയുണ്ടായിരുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് CPM ഈ പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ LDF-ലെ DYFIയും SFI അടക്കമുള്ള നേതാക്കന്മാർ എന്തിനാണ് ഈ പ്രശ്നത്തിലോട്ട് പോയത് എന്നുള്ള വലിയ ചോദ്യചിഹ്നം അവിടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ ചോദ്യം ചെയ്തതിനല്ല അവർ സമരം എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ചോദ്യം ചെയ്തത് ഈ പറഞ്ഞ പോലെ വീണ വിജയനാണ്. അപ്പോൾ പിന്നെ നമ്മൾ കണക്ക് കൂട്ടുന്നത് വീണ വിജയനെ, പാർട്ടി മെമ്പർ പോലും അല്ലാത്ത വീണ വിജയനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് പരസ്യമായി CPM പ്രവർത്തകർ രംഗത്തിറങ്ങുകയും ഇ ഡി വാഹനം അടിച്ച് തകർക്കുകയും ആ കാർ പിന്നീട് കേടുപാടുകൾ സംഭവിക്കുകയും ഏകദേശം 2 ലക്ഷത്തിനടുത്തുള്ള പൈസ വേണമെന്ന് പറയും. തുടക്കത്തിൽ CPM-ലെ പല നേതാക്കന്മാരും ആ കാറിൻ്റെ ഉടമസ്ഥനെ നേരിട്ട് പോയി കാണുന്നു, എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും പൈസ എത്രയും പെട്ടെന്ന് തന്നെ തരുമെന്ന് പറയുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പിന്നെ CPM-ന്റെ പൊടി പോലും ആ ഭാഗത്ത് കണ്ടില്ല. ഏറ്റവും അവസാനം ഇ ഡി തന്നെ പൈസ കൊടുത്തു എന്നുള്ള വാർത്തകളെല്ലാം രംഗത്ത് വന്നിരുന്നു. ഏതായാലും CPM തല്ലിപ്പൊളിച്ച വണ്ടിക്ക് ഇ ഡിയാണ് അവസാനം പൈസ കൊടുത്തത്. അതെന്തോ അവിടെ ഇരുന്നോട്ടെ. ഈ രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ ഇത് പിന്നീട് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാവുകയും കേരളത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് ഇതിനെതിരെ ശക്തമായ പോരാട്ടം തന്നെ കാഴ്ചവെക്കും എന്നുള്ളതായിരുന്നു. സോ മകളെ ചോദ്യം ചെയ്തതിൽ പാർട്ടി മെമ്പർ പോലും അല്ലാത്ത മകളുടെ കമ്പനിയുടെ തലസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ളത് കൊടുത്തത് AKG സെൻറ്റർ ആയിരുന്നു. സ്വാഭാവികമായിട്ടും അതും വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾക്ക് അന്ന് ഇടയാക്കിയിരുന്നു. എന്നിരുന്നാൽ പോലും CPM അന്ന് ജയിലിൽ പോയ പല CPM നേതാക്കന്മാരും ഇപ്പോഴും കുടുംബത്തിൽ കയറാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അതുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇവർ ചെല്ലുകയും ജാമ്യം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത്. അതിനിടയിലാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഏകദേശം 9ഓളം പ്രവർത്തകർ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് നാളെ കോടതി വാദം കേൾക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇതിനെതിരെ പരസ്യമായി കൊണ്ട് ഇ ഡിയും രംഗത്ത് വരുന്നു. അവരെ വിട്ടയക്കാൻ പാടില്ല എന്നുള്ളതും മനഃപൂർവ്വം ഗൂഢാലോചനയുടെ ഭാഗമായി അക്രമം അഴിച്ചുവിട്ടതാണെന്നുള്ളതും മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതും ഇ ഡി കോടതി മുമ്പാകെ പറയുന്നു. അപ്പോൾ എന്തായാലും ഇത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ 2026 ഇലക്ഷൻ അതിദയനീയമായി പരാജയപ്പെടുന്നു. അതിനിടയിലാണ് തോൽവിക്ക് കാരണമായ പിണറായി വിജയൻ മുഖാന്തരം മറ്റൊരു പ്രശ്നം കൂടി പാർട്ടിക്ക് ഉണ്ടാകുന്നത്. പാർട്ടിയിൽ പോലും ഏരിയ കമ്മിറ്റിയിലും അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റി അടക്കമുള്ള PB-യിലടക്കം കേന്ദ്ര കമ്മിറ്റിയിലടക്കം പരസ്യമായി പറഞ്ഞത് വ്യക്തി കേന്ദ്രീകൃത പ്രചാരണമാണ് പാർട്ടിയുടെ പരാജയത്തിന് കാരണം എന്നുള്ളതാണ്. അത് പിണറായി വിജയൻ തന്നെയാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിൽ നിന്ന് പിണറായി വിജയനെതിരെ വരുന്നു, നിയമവ്യവസ്ഥകൾ പിണറായി വിജയനെതിരെ ആകുന്നു, മകൾക്ക് വേണ്ടി പിണറായി വിജയൻ രംഗത്തിറങ്ങുന്നു. അപ്പം എല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ് പിണറായി വിജയൻ്റെ തലയിലോട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. പക്ഷേ ഇ ഡി പോലും നവീൻ പോലും നീ പറഞ്ഞ പോലെ ഇ ഡി ആക്രമിച്ച വിഷയം ബന്ധപ്പെട്ട് പിന്നീട് ഇ ഡി ഉദ്യോഗസ്ഥൻ ഇ ഡിയുടെ ഡയറക്ടർ നവീൻ നേരിട്ട് കേരളത്തിലോട്ട് വരുന്നു. ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. കോടതിയിൽ നേരിട്ട് പോയി ഹാജരാകുന്ന സമ്പ്രദായം വരെ നമ്മൾ കണ്ടു. അപ്പോൾ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം
ഇത് ഇ ഡിക്കൊരു എന്താ പറയുക, അവരുടെ നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ഇമേജിനെ ബാധിക്കുന്ന ഒരു വലിയ തരത്തിലുള്ള പ്രശ്നമാണ്. കാരണം ഇ ഡി പലതരത്തിലും പല സംസ്ഥാനങ്ങളും ഇ ഡി വലിയ തരത്തിൽ, ഇ ഡി ഞാനത്ര നല്ല പിള്ള എന്ന് പറയുന്നില്ല. കാരണം ഇ ഡിയുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ തന്നെ ഞാൻ കാരണം ഈ പറഞ്ഞ പോലെ പല സംസ്ഥാനങ്ങളിൽ എന്തിനേറെ പറയുന്നു, ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചക്കെതിരെയും ഹേമന്ത് സോറനെതിരെയും കൃത്യമായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നതും അവർ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളോട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അതേ ഇ ഡിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നത്. ഒരു തെളിവുമില്ലാണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ളതും ഏറ്റവും അവസാനം അരവിന്ദ് കെജ്രിവാളിനെ ഒരുപാട് മാസത്തിന് ശേഷം പുറത്ത് വരുന്നതിലോട്ട് വരെ എത്തി. അപ്പോൾ ഇത്തരത്തിൽ ഇ ഡി നല്ല പിള്ള ചമയുന്നു അല്ലെങ്കിൽ നല്ല പിള്ളയാണ് എന്നുള്ള വാദമൊന്നും എനിക്കില്ല. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിലോട്ട് വരുമ്പോൾ ഏത് തരത്തിൽ ഇതിനെ വിവർത്തനം ചെയ്യണമെന്നറിയില്ല. ഇ ഡിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഇ ഡി പല സംസ്ഥാനത്തും തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇ ഡി നല്ല പിള്ള അല്ലെങ്കിൽ നല്ല കുപ്പായം അണിച്ചൊരുക്കിയിടാനൊന്നും ഞാൻ പോകുന്നില്ല. മറുവശത്ത് ഈ പറഞ്ഞ പോലെ CPM ചെയ്ത കാര്യത്തോട് യോജിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഒരു ഇ ഡി ഉദ്യോഗസ്ഥരെ ഇങ്ങനെയല്ല നേരിടേണ്ടത്. വിയോജിപ്പുകൾ ഉണ്ടാവാം, സമരം ചെയ്യാം. പക്ഷേ അത് ഇത്തരത്തിലുള്ള കാറുകൾ ആക്രമിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരെ അല്ലെങ്കിൽ അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തിയിട്ടോ അല്ല കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJP പൊളിറ്റിക്സും CPM പൊളിറ്റിക്സും തമ്മിൽ പിന്നെ മാറ്റമില്ലാണ്ടാവും. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പ്രതിഷേധം വേണം. അത് എന്തിനു വേണം എന്നുള്ള കൃത്യമായൊരു കാഴ്ചപ്പാടും കൂടി CPM ഉണ്ടായിരിക്കണം. കാരണം പാർട്ടി മെമ്പർ പോലും അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണോ പ്രതിഷേധം നടത്തേണ്ടത്? ഇനി പ്രതിഷേധം നടത്തണമെങ്കിൽ തന്നെ പാർട്ടി അനുയായികൾ ഇത്തരത്തിൽ ജയിലിലോട്ട് പോകുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ സമരം ചെയ്തത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പം ഈ വിഷയം ഇ ഡി കൂടി നേരിട്ട് ഹൈക്കോടതിയിൽ ഇറങ്ങുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്ന അവസ്ഥയിലോട്ടാണ് പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇ ഡി എന്തെല്ലാം കാര്യങ്ങളാണ് കോടതിയിൽ പറയുന്നത് എന്നുള്ളതും ഇതിനെ CPM എങ്ങനെ ചെറുക്കും എന്നുള്ളതും.